കൊല്ലത്തെ 14-കാരിയുടെ ആത്മഹത്യയിൽ ദുരൂഹത. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന യുവാവ് ഒളിവിൽ. യുവാവിനെതിരെ അന്വേഷണം വേണമെന്ന ബന്ധുക്കൾ. വിശദാംശങ്ങൾ ഷമീർ അബ്ദുൾ നൽകും. ഷമീർ, എന്തൊക്കെയാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നത്? ഈ യുവാവിനെ കുറിച്ചുള്ള അന്വേഷണം എത്തരത്തിലാണ് പുരോഗമിക്കുന്നത്? ആതിര, ഇക്കഴിഞ്ഞ ദിവസമാണ് ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു 9 വയസ്സുകാരി വീടിനുള്ളിൽ തൂങ്ങി മരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ തൂങ്ങി മരണത്തിൽ ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഒരു യുവാവിന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. യുവാവ് ആ പ്രദേശത്ത് ഒരു ബസ്സിലെ ജീവനക്കാരനാണ്. ഇയാളെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അന്വേഷണം നടത്തി ഇയാളെ വീട്ടിലെത്തിയെങ്കിലും ഇയാൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഈ 9ാം ക്ലാസ്സുകാരിക്ക് മൊബൈൽ ഫോൺ ഇല്ല. അമ്മയുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇയാളുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇയാളെ കേന്ദ്രീകരിച്ച അന്വേഷണം പോലീസ് നടത്തിയത്. എന്തായാലും ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി തന്നെ ചിതറ പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു ദുരൂഹത ഉണ്ട്, ഈ യുവാവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസ് ഇതിനു മുമ്പ് തന്നെ അന്വേഷണം നടത്തിയിരുന്നു. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. മറ്റെന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കാനുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളിൽ കുട്ടിക്ക് ഏറ്റിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസിന് പരിശോധിക്കേണ്ടി വരും. അത് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോവുക. എന്തായാലും പ്രായപൂർത്തിയാകാത്ത കുട്ടിയായതുകൊണ്ട് തന്നെ നമുക്ക് പേരുവിവരങ്ങൾ നൽകുന്നതിൽ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പേരുവിവരങ്ങൾ നൽകാത്തത്. ഈ യുവാവിന് എന്തെങ്കിലും പ്രേരണ ഇത്തരത്തിലുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ തന്നെ 2 പേർക്കെതിരെ 2 പെൺകുട്ടികളാണ് ഈ ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മരിക്കുന്നത്. അത് 17 വയസ്സുകാരിയായ ഒരു കുട്ടിയും അതുപോലെ തന്നെ ഇപ്പോൾ 14 വയസ്സുകാരിയായ പെൺകുട്ടിയുമാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ ഈ 14 വയസ്സുകാരുടെ ആത്മഹത്യയിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് പോലീസും ഇപ്പോൾ സംശയിക്കുന്നത്. ആതിര, ശരി. ഇത്തരത്തിൽ കൊല്ലത്ത് ആത്മഹത്യ ചെയ്ത 14-കാരിയുടെ ആത്മഹത്യയിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന യുവാവ് നിലവിൽ ഒളിവിലാണ്. യുവാവിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷമീർ അബ്ദുൾ കൊല്ലത്ത് നിന്ന്.